രാവിലെ തന്നെ നല്ല ചൂടാണ്. അപ്പം ഞാൻ നമ്മുടെ മുറ്റത്തെ മാവയിൽ നിന്നൊരു മാങ്ങ പറിക്കാനായിട്ട് വന്നതാണ്. പിന്നെ ചക്കക്കുരു മാങ്ങയും മുരിങ്ങയ്ക്കായും കൂടി ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ മാവേൽ ആദ്യത്തെ മാങ്ങയാണ് പറിക്കുന്നത്. വിളഞ്ഞാണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല കേട്ടോ. എന്തായാലും പറിക്കുക, പറിച്ചെടുത്ത് കറി വെക്കാം. ഇതൊരു ഓട്ടോ പോകുന്നത്, റോഡിൽ കൂടെ വണ്ടി പോകുന്നതിൻ്റെ സൗണ്ട്. അപ്പോൾ ഞാൻ ഈ വെളിയിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോണ്ടല്ലോ സൗണ്ട് അങ്ങോട്ട് വലിയ ക്ലിയർ ആയിട്ട് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഈ വെളിയിൽ നിന്ന് അങ്ങനെ അധികം വീഡിയോസ് എടുക്കാത്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ മാവയിൽ നിന്ന് മാങ്ങയൊക്കെ പറിച്ച് നമുക്ക് തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തുടങ്ങാവേ. നല്ല വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ ചെറിയ വെയിലൊന്നും അല്ല, ഭയങ്കര വെയിലാണ്. ഏറ്റവും ചുവട്ടിൽ ഒരെണ്ണം കിടപ്പുണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. ഇതാന്ന് തോന്നുന്നു ആദ്യം ഉണ്ടായെന്ന് തോന്നുന്നു. ഇവിടേക്ക് ഉണ്ടായി വരുന്നുണ്ട്. ഇത് ഭയങ്കര പുളിയുള്ള മാങ്ങ കേട്ടോ, ഭയങ്കര പുളിയാണിത്. പഴുത്താലും നല്ല മധുരമാണ്. അപ്പോൾ നമ്മുടെ കറി വെക്കാനുള്ള മാങ്ങയൊക്കെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ചക്കക്കുരു മാങ്ങയൊക്കെ ഒന്ന് കറി വെക്കാം കേട്ടോ. അതിന് മുമ്പ് ഞാൻ അടുപ്പ് വേറെ സാധനം വെച്ചിട്ടുണ്ട്, അത് എന്നാന്നുള്ളത് വീഡിയോയിലൂടെ കാണിക്കാമേ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. അപ്പോൾ നമുക്കിനി അടുക്കളയിലോട്ട് കയറാം. നമ്മുടെ അടുത്ത വിശേഷങ്ങളൊക്കെ അടുക്കളയിൽ ചെന്നിട്ട് കാണാം. എന്നതാണ് സംഭവം എന്ന് ആർക്കെങ്കിലും മനസ്സിലായത്? ഇതാണ് നമ്മുടെ ടൊമാറ്റോ സോസ്. നമ്മുടെ നേരത്തെ ഇരുന്ന സോസ് മുഴുവൻ തീർന്നു കേട്ടോ. 2 കുപ്പി സോസും തീർന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി ഉണ്ടാക്കി വെക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ തക്കാളിപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം ഞാനോർത്ത് അതിന് ഇന്നലെയും പച്ചക്കറി മേടിച്ചപ്പോൾ അതിനകത്ത് നല്ല ചുമന്ന തക്കാളിപ്പഴം കണ്ടു കേട്ടോ. നല്ല ചുമപ്പ് കളർ തക്കാളിപ്പഴമാണ്. നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ ഇച്ചിരി നല്ല നല്ല കളറ് കിട്ടും. അപ്പം ഞാൻ അതെല്ലാം കൂടി ഇന്നലെ വേവിച്ച് വെച്ചതാണ്. അപ്പം ഇനിയിപ്പോൾ അതങ്ങ് സെറ്റാക്കി എടുത്തേക്കാന്ന് വിചാരിച്ചു. കുക്കറിൽ അതെല്ലാം ഒന്ന് വേവിച്ച് എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പം ഞാൻ ഇതിന് മുമ്പും നമ്മുടെ വീഡിയോയിൽ ഒരുപാട് തവണ ടൊമാറ്റോ സോസിൻ്റെയൊക്കെ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ഇട്ടായിരുന്നു ടൊമാറ്റോ സോസിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇടുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സോസ് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാക്കി നമ്മുടെ അടുക്കളയിലെ പരിപാടിയൊക്കെ നമുക്കൊരു സൈഡിൽ കൂടെ ഒതുക്കാം. നമ്മുടെ ചക്കക്കുരു മാങ്ങായും കറി വെക്കുന്നതിന് മുരിങ്ങയ്ക്കായും മാങ്ങായും കൊച്ചുള്ളി പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്താണ്. മാങ്ങ നല്ല പുളിയാണ് കേട്ടോ, നല്ല പുളിയുണ്ട് മാങ്ങ, നല്ല പുളിയാണ്. പക്ഷെ വിളഞ്ഞിട്ടില്ല, പൊട്ടാണ്, വിളയാറാകുന്നേ ഉള്ളൂ. നല്ല പുളിയാണ്. അപ്പം നമ്മുടെ ചക്കക്കുരു ഇച്ചിരി വെന്തതിന് ശേഷം വേണം ഈ മാങ്ങായും മുരിങ്ങക്കുരും ഒക്കെ ഇടാനുള്ള പണ്ടുള്ള കാരണവന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല അതിൻ്റെ സംഭവങ്ങളൊന്നും കറക്റ്റായിട്ട്. അങ്ങനെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാലേ ചക്കക്കുരു വേകുള്ളെന്ന്. മാങ്ങ ഇട്ട് കഴിയുമ്പോൾ ചക്കക്കുരു വേഗരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുക്കറിലിട്ട് 2 അടി അടിക്കാമെങ്കിൽ മൊത്തം വെന്ത് കിട്ടും. എന്നാലും അവർ പറയുന്ന ആ രീതി ഇപ്പോഴും അങ്ങനെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതും എല്ലാം കൂടി ഇട്ട് ഞാനത് വെന്തിട്ട് തേങ്ങ കരച്ചിടണം. അപ്പം അതിനിടയ്ക്ക് എനിക്ക് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതെല്ലാം ഞാനൊന്ന് സെറ്റാക്കട്ടെ. ചക്കക്കുരു മാങ്ങായ്ക്കുള്ള അരപ്പൊക്കെ എല്ലാം സെറ്റായിട്ടോ. മാങ്ങായും മുരിങ്ങയ്ക്കായും ചക്കക്കുരു എല്ലാം നല്ലപോലെ വെന്ത് കേട്ടോ. ഇത് പക്ഷേ കടയിൽ നിന്ന് മേടിച്ച മുരിങ്ങയ്ക്കാണ്. കഴിഞ്ഞ ദിവസം അപ്പുറത്ത് വീട്ടിൽ ചേച്ചി മുരിങ്ങയ്ക്ക വന്നായിരുന്നു, നല്ലതായിരുന്നു. പെട്ടെന്ന് വേവുകയും ചെയ്തു, നല്ല ടേസ്റ്റുമായിരുന്നു. ഇത് കടയിൽ നിന്ന് മേടിച്ചാണ്. നിജാറ് കഴുകി ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കട്ടെ. ഇനി ഇതിന് ഒന്ന് കടുകും കൂടെ വറക്കണം. പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഭയങ്കര ചൂടാണ്, ആവി കൊണ്ട് രക്ഷയില്ല. ഇന്നലെ മഴ പെയ്യുന്ന പോലെ വന്ന് പെയ്തില്ല. ഇച്ചിരി ഉപ്പ് വേണം. എന്നെ പറഞ്ഞു ചക്കക്കുരു മാങ്ങ മുരിങ്ങയ്ക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. പണ്ടുള്ള അമ്മയുടെ ഒക്കെ, എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഇത് എപ്പോഴും വെക്കുന്നൊരു കറിയായിരുന്നു. അവിടെ പിന്നെ മുരിങ്ങയ്ക്കായും മാങ്ങായും ചക്കയും ചക്കക്കുരുവും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇഷ്ടം പോലെ പ്ലാവൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഉപ്പൊക്കെ ആയി. മാങ്ങയുടെ ഒരു പുളി, നല്ല പുളിയുണ്ട് കേട്ടോ മാങ്ങയ്ക്ക്. കൊഞ്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം
അടച്ച് വെച്ചിട്ട് പിന്നെ കടുക് വറുക്കും. പിന്നെ നമ്മുടെ ചക്കക്കുരു ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ചക്കക്കുരു മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ്. ചക്കക്കുരു മെഴുക്കുവരട്ടി, ചേന മെഴുക്കുവരട്ടി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണേ. അപ്പോൾ ഇനി ചക്കക്കുരു അടുക്കളയിലൊന്ന് വേവിക്കാൻ വെക്കണം. പിന്നെ ഇച്ചിരി പിന്നെ കരൾ, പോത്തിൻ്റെ കരൾ മേടിച്ചിരിപ്പുണ്ടേ, അതൊന്ന് എല്ലാം ഒന്ന് നുറുക്കിയെടുക്കണം. അത് എന്നിട്ടൊന്ന് ഫ്രൈ ആക്കണം. അതാണ് ഇനിയുള്ള ബാക്കി പണിയൊക്കെ. അപ്പം ഈ പോത്തിൻ്റെ കരളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ബ്ലഡ് ഉണ്ടാകാൻ നല്ലതാണ്. ഈ അയൺ ഗുളിക കഴിച്ചാൽ ചിലർക്കൊക്കെ ഇങ്ങ് ബ്ലഡ് ഉണ്ടാകും, പക്ഷെ നമ്മൾ കറക്കും കേട്ടോ. എൻ്റെ അനുഭവം വെച്ച് തന്നെ ഒത്തിരി പേര് അങ്ങനെ പറയും. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ അയൺ ഗുളിക നമ്മൾ ശരിക്കും കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കുന്നവർക്കെല്ലാം കഴുത്തിന് കറുപ്പും മുഖത്ത് കറുപ്പും കൂടാറുണ്ട്. ഞാൻ പക്ഷെ ഒരുപാട് കഴിച്ചിട്ടില്ലായിരുന്നു അയൺ ഗുളിക. കണ്ണനെ എന്ന സമയത്ത് കഴിക്കുന്നത്, അച്ഛൻ എന്ന സമയത്ത് എന്നാ കഴിച്ചാലും ഛർദ്ദിക്കുന്നതുകൊണ്ട് എല്ലാ ഗുളികയും ഞാൻ പൊട്ടിച്ച് മാറ്റി വെക്കത്തുള്ളായിരുന്നു. ഒരെണ്ണം പോലും കഴിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ആ സമയത്ത് എനിക്ക് വലിയ കറുപ്പോ ഒന്നും വന്നില്ലായിരുന്നു കേട്ടോ. കഴുത്തിന് കറുപ്പോ മുഖത്ത് കറുപ്പോ അങ്ങനെ ഒന്നും വന്നില്ലായിരുന്നേ. പക്ഷേ കണ്ണനായിരുന്ന സമയത്ത് എനിക്ക് വലിയ ഛർദ്ദിലില്ലായിരുന്നു. ശർക്കരയും കൂടെ ഉള്ള ചേർക്കട്ടെ, ഭയങ്കര അന്നേരം എനിക്ക് വലിയൊരു ഇതായിട്ട് കഴുത്തൊക്കെ കറുപ്പായിരുന്നു. പക്ഷെ നമ്മൾ ഈ കരളുണ്ടല്ലോ, കരൾ ഇങ്ങനെ ഫ്രൈ ആക്കി കഴിക്കാൻ, ഇത് കോഴിയുടെ കരളല്ല കേട്ടോ, പോത്തിൻ്റെ കരൾ വേണം, അതാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ ബ്ലഡ് ഉണ്ടാകും നമുക്ക്. ഞങ്ങളുടെയൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു കേട്ടോ. ഇവിടോട്ടൊന്നും പക്ഷേ അങ്ങനെയൊന്നും വാസന വീട്ടിലൊന്നും മേടിക്കുന്ന പോലും ഇല്ല. വാസനയിൽ ഇഷ്ടമൊന്നുമില്ല. പിന്നെ പിള്ളേർക്കും എനിക്കൊക്കെ ഇഷ്ടമാണ്. ഞാൻ പക്ഷെ ഒരുപാട് കഴിക്കാറില്ല കേട്ടോ. ഞാനിപ്പം ഈ നടുവിൻ്റെ വേദനയൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഒഴിവാക്കിയേക്കുവാണ്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് ചൂടാകണം. ചൂടായച്ച് അതിനൊന്ന് കടുക് വറക്കണം. അപ്പം മെഴുക്കുവരട്ടിയൊക്കെ വെക്കാനായിട്ടുള്ള ചക്കക്കുരിയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് കടുക് വറക്കാം. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണാവേ. ബാക്കിയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ചൂടെന്ന് പറഞ്ഞാൽ നല്ല യമണ്ട ചൂടാണ് കേട്ടോ. നമ്മുടെ കറികളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കണം. ചക്കക്കുരു മാങ്ങയും മുരിങ്ങയ്ക്കായൊക്കെ കറി വെച്ചതിന് കടുക് വറുത്തു, അതേ മാറ്റി വെച്ച്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം അതരിഞ്ഞെടുത്ത് വെച്ചു. പിന്നെ അതിനുള്ള തേങ്ങ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മീൻ വറുത്ത് വെച്ചു. പിന്നെ നമ്മുടെ ലിവർ ഫ്രൈക്കുള്ള അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചക്കക്കുരു മെഴുക്കുവരട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അടുക്കള നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ വിശപ്പിൻ്റെ പിടി ഉയർന്നു. ഇനി അങ്ങോട്ട് അവർക്ക് പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ ചക്കക്കുരു ചെയ്യുന്നതിന് പ്രത്യേകിച്ച് മുളക് പൊടിയോ മസാലപ്പൊടിയോ ഒന്നും ചേർക്കാറില്ല കേട്ടോ. അവർക്ക് ചുമ്മാ എണ്ണയിലിട്ടൊന്ന് മുരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ലിവർ ഫ്രൈക്കുള്ള സവോള വഴറ്റിക്കൊണ്ടിരിക്കുക. സവോളയും പച്ചമുളകും തേങ്ങാക്കൊത്തും കൂടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിനകത്ത് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. പിന്നെ ബാക്കി മസാലയൊക്കെ, മസാല കുറച്ച് ചേർക്കത്തുള്ളൂ. ഞാൻ മസാലയും ഉപ്പും കൂടെ ചേർത്താണ് വേവിച്ചത്. മസാല തന്നെ പെരിഞ്ജീരകവും എല്ലാം പൊടിച്ച് വെക്കുന്ന മസാലയാണ്. അത് ചേർത്താണ് അത് വേവിക്കാൻ വെച്ചത്. അത് വെന്തു. ഇനി ഇതിലേക്ക് കുരുമുളക് ഇനി കൂടുതലും ചേർക്കത്തുള്ളേ. ശകലവേ ഒരിച്ചിരി മുളക് പൊടി മല്ലിപ്പൊടിയും ചേർക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം മസാല ചേർക്കും കേട്ടോ, അതേ ഉള്ളൂ. അല്ലെങ്കിൽ കുരുമുളക് പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അടുക്കള ഈ ഓടി തന്നുള്ള ജോലിയല്ലേ. ഈ കുപ്പിയുടെ അടപ്പിട്ട് എണ്ണ എപ്പോഴും മുറുകെ ഇറക്കത്തില്ല. ഞാനിതിൽ എണ്ണ ഒഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നീ എന്തെങ്കിലും ഒരിക്കലും ഈ എണ്ണ മൊത്തം കൂടെ കറന്ന് ഇതിനകത്തോട്ട് വീഴുന്നതാണ്. നമുക്കിനി തോരനും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി വരുന്നു. ഇതിനകത്തോട്ട് ഇനി ഒരു പച്ചമുളകും കൂടെ അരിയണേ. ക്യാപ്സിക്കം അരിഞ്ഞ് സവോള അരിഞ്ഞ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത്. സവോള ഇങ്ങനെ ഒത്തിരി കനം, തീരെ കനം കുറച്ചുമല്ല, എന്നാൽ തീരെ വലുപ്പത്തിലുമല്ല. ഒരു ഇതായിട്ട് പക്ഷേ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. നമ്മൾ കൂണൊക്കെ തോരൻ വെച്ചാലും ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടും. ഇച്ചിരിയേ ഉള്ളൂ. ഇവർക്ക് എല്ലാം ഇഷ്ടമുള്ള സാധനമാണത്. ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ക്യാപ്സിക്കം എടുക്കാം.
അപ്പം നമ്മുടെ ഒരു സൈഡിൽ കൂടെ സവോളയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് കാണാവേ. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കട്ടെ. ഒരു ശകലം വെള്ളം ചേർത്തില്ല, ശകലം ഒരുപാട് ചേർക്കത്തില്ല, ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്താൽ കൊള്ളുകയില്ല. ആ മുളകിന് ചെറിയൊരു ഇതുണ്ട്, വെള്ളമുണ്ട് അതിനകത്ത്, ഇച്ചിരി ചേർത്താൽ മതി. അത് അവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് നമുക്കിനി ബാക്കി ഇതിൻ്റെ തേങ്ങയും മസാലയൊക്കെ ചേർക്കാക്കട്ടെ. ഇതൊരു കമ്പി ഉണ്ടായിരുന്നു പിടിക്കുന്നത്, അത് എന്ത് ചെയ്യുന്ന പോലും കണ്ടില്ല. ചീഞ്ചട്ടിക്ക് അതിൽ ഇളക്കുമ്പോൾ ചീഞ്ചട്ടി അപ്പൂപ്പൻ്റെ പല്ല് മാതിരി കിടന്ന് ആടും. ഞാൻ ആ കമ്പിയൊക്കെ തപ്പിയെടുത്ത് എല്ലാം ഒന്ന് വരട്ടെ. അപ്പം നമ്മുടെ തേങ്ങയും സവോളയും എല്ലാം വഴറ്റി കേട്ടോ. ഇനി ഇതിലേക്കൊരു ശകലം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഞാൻ ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മിക്സിയിലോട്ടിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നല്ലോണം ചതച്ചെടുക്കും. അങ്ങനെയാണ് എടുക്കുന്നത്. ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെ ചതച്ചെടുക്കുന്ന കേട്ടോ ഇച്ചിരി കൂടെ നല്ലത്. ഇതിനി നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവേ. ക്യാപ്സിക്കം തോരൻ വെക്കുന്നതിനകത്ത് ഇതുപോലെ ഇച്ചിരി തേങ്ങ ഇടും കേട്ടോ. തേങ്ങ മാത്രമായിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഇട്ടേച്ച് അതിനകത്തോട്ട് ഇച്ചിരി വേറ്റുൾ മസാലപ്പൊടിയും ഇട്ടിങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അതാണ് നമ്മുടെ ക്യാപ്സിക്കം തോരൻ. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വെക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്ന മസാല എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി ചേർക്കും, പിന്നെ മുളക് പൊടി ചേർക്കും, പിന്നെ ഒരു ഇച്ചിരി മസാലപ്പൊടിയും കൂടെ ചേർക്കും കേട്ടോ. മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് സെറ്റാക്കും. നമ്മുടെ തോരൻ റെഡിയായി. എന്നിട്ട് നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുരുമുളക് പൊടി ഇപ്പോൾ ഇടത്തില്ല കേട്ടോ. കുരുമുളക് പൊടി നമ്മളിതെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞതിലേക്ക് കുരുമുളക് പൊടി ലാസ്റ്റ് ഇടുന്നത്. അന്നേരമാണ് അതിൻ്റെ ആ മണം വിടുന്നത്. ഇതിലേക്ക് ഇനി 2 ഉണക്കമുളകും കൂടെ മുറിച്ചിട്ട് നമ്മുടെ കറുവാപ്പട്ടയും ജീരകവും, കറുവാപ്പട്ടയും ഏലക്കായും ഗ്രാമ്പും, ജീരകം ഇല്ല കേട്ടോ, അത്രയും സാധനം കൂടി ഇട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കും. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർക്കാൻ കേട്ടോ. എൻ്റെ കറിവേപ്പില ഇല്ലാതായി പോയി. കറിവേപ്പിലയ്ക്ക് ഭയങ്കര ക്ഷാമമാണ്. അങ്ങനെ നമ്മുടെ ലിവർ ഫ്രൈ ഒക്കെ സെറ്റായി കേട്ടോ. ഇനി അതിലേക്ക് ഒരു ഇച്ചിരി കുരുമുളക് പൊടി കൂടെ, ഈ കുരുമുളകിൻ്റെ എരിവ് വേണം കേട്ടോ ഇതിന് നല്ല ഇതായിട്ട് നിൽക്കാനായിട്ട്. ഇച്ചിരി അല്ല, ഇച്ചിരി ഏറെ ഒന്നും ചേർത്ത് കേട്ടോ. കുരുമുളകൊക്കെ ഉള്ളവരൊക്കെ ഇഷ്ടം പോലെ ഒന്ന് ചേർക്കാം. ഞാൻ ഇച്ചിരി കൂടുതൽ എല്ലാം ചേർക്കും. കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് വേണം ഇനി നിൽക്കാനായിട്ട്. അങ്ങനെ കുരുമുളക് ഇട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലിവർ ഫ്രൈ ഓക്കെയാണ്. ഇത്രയും സാധനങ്ങളും കൂടെ ഇട്ടൊന്ന് ഫ്രൈയാക്കി നമ്മൾ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചൂടാണ്, നല്ല ചൂടാണ്. കൈ കൊടുക്കുന്നുണ്ട്, അപ്പോൾ തന്നെ നല്ല ചൂടാണ്.
മസാലയെല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. സെറ്റായിട്ട് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്, കുരുമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നല്ല ഇതായിട്ടുണ്ട് മസാലയുടെയൊക്കെ. അപ്പം ഞാൻ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇനി ഇതൊന്ന് സെറ്റാക്കണം. ഇച്ചിരി സവോളയൊക്കെ വെച്ച് കുഞ്ഞ് ഡെക്കറേഷൻ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് ഞാനിത് ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുവെക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങാം. നമുക്ക് ഇനി ഇതെല്ലാം സെറ്റാക്കിയിട്ട് കാണാവേ. ഇപ്പം നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയായി. അങ്ങനെ നമ്മുടെ ലിവർ ഫ്രൈ ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ചക്കക്കുരു മെഴുക്കുവരട്ടി, തോരൻ, മീൻ വറുത്തത്, പിന്നെ നമ്മുടെ ചക്കക്കുരു മാങ്ങായി എല്ലാം കൊണ്ടിട്ടുള്ള കറി, ബിരിയാണിക്ക് ആയിക്കോട്ടുള്ളത്. പിന്നെ ഇപ്പം ഞങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങുവാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പം മറക്കണ്ട കേട്ടോ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക.